ഫാദർ, എങ്ങനെയാണ് നമുക്കിതിനെ വിലയിരുത്താൻ കഴിയുക? നൈജീരിയയിൽ ആക്രമണം നടക്കുന്നു, നൈജറിൽ ആക്രമണം നടക്കുന്നു, മൊസാംബിക്കിൽ ആക്രമണം നടക്കുന്നു, സൗത്ത് സുഡാനിൽ ആക്രമണം നടക്കുന്നു, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ആക്രമണം നടത്തുന്നു. ഇതെല്ലാം ഇസ്ലാമിക തീവ്രവാദികളാണ് നടത്തുന്നത്. ഇപ്പോൾ നൈജീരിയയിൽ തട്ടിക്കൊണ്ടുപോയി നിരവധി കുട്ടികളെയും സ്ത്രീകളെയും അടക്കമാണ് തട്ടിക്കൊണ്ടുപോകുന്നത്. ഗാസയിലെ കുട്ടികൾ മരിക്കുന്നു എന്ന് പറയുമ്പോൾ നൈജീരിയയിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോവുകയാണ്, ബലാത്സംഗം ചെയ്യുകയാണ്, തീവ്രവാദികൾ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ. ഇങ്ങനെയൊക്കെയുള്ള ദുരിതപൂർണമായ അവസ്ഥയിലൂടെ ക്രൈസ്തവർ ഈ ഇസ്ലാമിക തീവ്രവാദികളുടെ കയ്യിൽ നിന്നും ഇങ്ങനെ പോകുന്ന അവസ്ഥയിലാണ് ഇവിടെ സേവ് ഗാസ മാത്രം നടക്കുന്നത്. എങ്ങനെയാണ് നമുക്കിതിനെ വിലയിരുത്താൻ കഴിയുക? ഈ ദിവസങ്ങളിലെല്ലാം ലോകം ഒരേപോലെ സങ്കടപ്പെട്ടു എന്ന് കേരളത്തിലെ പത്രമാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്ന ഇല്ലെങ്കിൽ കണ്ണീരൊഴുക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ചോദിച്ചത്. നമുക്ക് ഇപ്പോ നമ്മള് ലോകത്തെ കുറിച്ച് പറയുന്നത് വേൾഡ് ഈസ് എ ഗ്ലോബൽ വില്ലേജ് എന്നാണ് പറയുന്നത്. ഒരു ആഗോള ഗ്രാമമായിട്ട് ലോകം ചുരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഏത് കോണിൽ നടക്കുന്ന കാര്യങ്ങളും മിനിറ്റുകൾക്കുള്ളിൽ നമ്മളുടെ എല്ലാം കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലോ ഇല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തിലൂടെ നമ്മുടെയൊക്കെ സ്വീകരണ മുറികളിലേക്കും ഒക്കെ എത്തുന്നതാണ് ഈ വാർത്തകൾ. അത് വളരെ സജീവമായിട്ട് രീതിയിൽ എത്തുന്നുണ്ട് താനും. അങ്ങനെ ഒരു കാലത്ത് അടിക്കടി പ്രത്യേകിച്ച് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എല്ലാവർക്കും അനുഭവപ്പെടേണ്ടി വരുന്ന വളരെ കിരാതമായിട്ടുള്ള അതായത് വംശീയതയുടെയും വിഭാഗീയതയുടെയും നിറത്തിന്റെയും മതത്തിന്റെയും ഒക്കെ പേരിലുള്ള ആൾക്കൂട്ട ആക്രമണങ്ങളും അതുപോലെ കൊലപാതകങ്ങളും ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തില് ഇപ്പോ ചോദിച്ച ഒരു കാര്യം ഇതാണ്: എന്തുകൊണ്ട് ഈ ഗാസ എന്ന് പറയുന്ന ഒരു പ്രദേശം മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു എന്നുള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങള് മാധ്യമപ്രവർത്തകർ കുറച്ചും കൂടി ഗൗരവമായി ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാസയ്ക്ക് വേണ്ടി ലോകമെമ്പാടും പല രീതിയിലുള്ള പരിശ്രമങ്ങളും പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗാസയിൽ കൊല്ലപ്പെടുന്ന ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും. ഈ കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ മനുഷ്യ ജീവന്റെ കാര്യത്തിലും വിലയുള്ളതാണ്. പ്രത്യേകിച്ച് കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർ കുറച്ചും കൂടെ ഫീബിൾ ആണ്, പ്രതിരോധിക്കാൻ കഴിയാത്തവരാണ്, ചെറുത്തു നിൽക്കാനുള്ള ശേഷിയില്ലാത്ത ആളുകളാണ്. അപ്പൊ അങ്ങനെ കുട്ടികൾ ദാരുണമായി കൊല്ലപ്പെടുന്നത് ഏത് കാലത്താണേലും ഏത് മതത്തിൽപ്പെട്ട കുട്ടികളാണ്. ഈ കൊല്ലപ്പെടുന്ന ആളുകളുടെ മതം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് അതൊരു ഇതുപോലെയുള്ള ഒരു സൊസൈറ്റിയിൽ അത്ര നല്ലതല്ല. പക്ഷെ കുട്ടികൾ കൊല്ലപ്പെടുന്നതൊക്കെ വളരെ നീചമായ കാര്യമാണ്, അത് പൈശാചികമായ കാര്യമാണ്, ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്തതാണ്. ആഗോള സമൂഹം അതിനെതിരെ ഉയർത്തെഴുന്നേൽക്കേണ്ടതാണ്, ശബ്ദമുയർത്തേണ്ടതാണ്. അപ്പോ ഈ ഗാസയിൽ കൊല ചെയ്യപ്പെടുന്ന ഇല്ലെങ്കിൽ മരണപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇത്തരം വിലാപങ്ങളെയൊക്കെ അതിന്റെ ഉദ്ദേശശുദ്ധിയോടും പോസിറ്റീവായിട്ടും തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു കാര്യം. പക്ഷെ ഇന്ന് ഞാൻ കേരളത്തിൽ തന്നെ നമുക്ക് പ്രിന്റ് ചെയ്തു വരുന്ന മലയാളത്തിലുള്ള ചില മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഇൻവെർട്ടർ കോമയിലാണ്, ചുരുക്കം ചില മാധ്യമങ്ങൾ കാണുമ്പോ അവിടെ ഈ ഗാസ മാത്രമാണ് പരാമർശിക്കപ്പെടുന്നത്. എന്തുകൊണ്ട് ഗാസ എന്നൊരു കാര്യം പരാമർശിക്കപ്പെടുന്നില്ല? ഈ ഗാസ എന്ന് പറയുന്ന ഒരൊറ്റ സംജ്ഞയിൽ അങ്ങനെ വാർത്ത മുഴുവനും ആ പത്രത്തെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് അതിന്റെ ഒരു പേജ് ഫുള്ള് ഈ ഗാസയ്ക്ക് വേണ്ടിയുള്ള വിലാപങ്ങളായിട്ടാണ് കാണുന്നത്. അത് നല്ല കാര്യമാണ്. പക്ഷെ ഞാൻ ആ പത്രം അരിച്ചു പെറുക്കി നോക്കി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇന്നലെ ഇംഗ്ലണ്ടിൽ ഒരു തീവ്രവാദി ഒരു സിനഗോഗിലേക്ക് അദ്ദേഹത്തിന്റെ വാഹനം ഓടിച്ചു കയറ്റുകയും ആ വാഹനം ഓടിച്ചു കയറ്റി ആളുകൾക്ക് പരിക്കേൽപ്പിക്കുകയും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കടാര കൊണ്ട് അവിടെയുള്ള മനുഷ്യരെ കുത്തുകയും അങ്ങനെ ആളുകളെ സിനഗോഗിൽ മരിക്കുകയും ഒക്കെ ചെയ്ത വാർത്ത ഈ പത്രം എവിടെയെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്ന് നോക്കുമ്പോ അങ്ങനെ ഒരു വാർത്തയെ ആ പത്രത്തിൽ കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഇന്നലെ മുതല് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇന്റർനാഷണൽ മീഡിയയും അതുപോലെയുള്ള ഈവൻ നമ്മളുടെ മലയാളത്തിലുള്ള മാധ്യമങ്ങൾ പോലും അത്തരം വാർത്തയെ സംപ്രേഷണം ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയയിലും ഒരുപാട് ഇതിൽ ഞാൻ കണ്ടിരുന്നു ആ വാർത്ത. ആളുകൾ അത് ഷെയർ ചെയ്യുകയും അതിനെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് അത്തരം ഒരു വാർത്ത ഉണ്ടായിട്ട് അത് ഈ പ്രത്യേകിച്ച് ഈ പലസ്തീനുമായി കണക്ട് ചെയ്തിട്ട് ഇല്ല ഗാസയുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ആ വാർത്ത. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷത്തെ ഒക്ടോബർ 7 എന്ന് പറയുന്ന ദിവസത്തെ ഏകദേശം 1000-ൽ പരം 1700 സംതിങ് എന്നൊക്കെ പറയുന്നു. അങ്ങനെ അവിടെയും കൊല ചെയ്യപ്പെട്ട കുറെ കുട്ടികളുണ്ട്, നിരപരാധികളായിട്ടുള്ള കുട്ടികൾ. ആ കുട്ടികളെ കുറിച്ചുള്ള വാർത്തകൾ ഒന്നും പത്രമാധ്യമങ്ങളിൽ വരാതിരിക്കുകയും ഈ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഒരു പ്രോഗ്രാം നടന്നു. ഗാസയിൽ കൊല്ലപ്പെടുന്ന കുട്ടികളുടെ പേരുകൾ ഉച്ചരിക്കുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു അത്. ഓക്കെ, അത് ഒരു നല്ല കാര്യമാണ്. അതിന്റെ ഉദ്ദേശശുദ്ധി, അതായത് കുറച്ച് സാംസ്കാരിക നായകന്മാരും സിനിമയിലെ പ്രവർത്തകരും
എഴുത്തുകാരും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് അത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്തത്. അവർ വളരെ വികാരഭരിതമായ രീതിയിലാണ് അത്തരം കാര്യങ്ങൾ അവതരിപ്പിച്ചത് എന്നുള്ളത് അവരുടെ ആത്മാർത്ഥതയെ സംശയത്തിനിട നൽകാത്ത വിധം അവര് ആ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്തു. അതിനെ നമ്മൾ ബഹുമാനിക്കുന്നു, റെസ്പെക്ട് ചെയ്യുന്നു. അത്തരത്തിലുള്ള മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കേണ്ടതാണ്. അത് പ്രത്യേകിച്ച് ഒരു പുരോഗമന സമൂഹത്തിൽ അത്തരത്തിലുള്ള ചിന്തകളൊക്കെ വളരെ സജീവമാകേണ്ടതാണ്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ അടുത്ത് നിന്ന് കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്റെ മനസ്സിൽ ഈ പറഞ്ഞ സാംസ്കാരിക നായകർ കാണാതെ പോയ, ഇല്ലെങ്കിൽ സിനിമാ പ്രവർത്തകർ കാണാതെ പോയ, ഇല്ലെങ്കിൽ ഇവിടുത്തെ പ്രത്യേകിച്ച് കേരളത്തിലെ സോക്കോൾഡ് രാഷ്ട്രീയക്കാർ കാണാതെ പോയ കുറെ കൂട്ടക്കൊലപാതകങ്ങളുണ്ട്. ആ കൂട്ടക്കൊലപാതകം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ആഫ്രിക്കയിൽ ഒരു സ്ഥലത്ത് മാത്രമല്ല, നൈജീരിയ എന്ന് പലരും പറയുന്നു, സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നു, എഴുതുന്നു. നൈജീരിയയിൽ മാത്രമല്ല, ആഫ്രിക്കയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും വളരെ സംഘടിതമായ രീതിയിൽ ഈ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുകയും അതുപോലെ അവരുടെ കുട്ടികളെ പിടിച്ചുകൊണ്ടു പോവുകയും അവരെ ബലാത്സംഗം ചെയ്ത് കൊല്ലുകയും ഒരു മനുഷ്യനോട് എത്ര ക്രൂരമായ രീതിയിൽ പെരുമാറാൻ പറ്റുമോ അത്ര ക്രൂരമായ രീതിയിൽ പെരുമാറുകയും ഏറ്റവും അവസാനം ആ മനുഷ്യരെയൊക്കെ കഴുത്തറത്ത് കൊല്ലുകയും ചെയ്യുന്ന ഒരു ക്രൂരത, അത് വളരെ ഗൗരവമായ രീതിയിൽ ഒരു ചെറിയ പ്രദേശത്ത് മാത്രമല്ല, ഒരു ഭൂഖണ്ഡത്തിൽ അപ്പാടെ നടമാടിയിട്ടും ആ കുട്ടികളുടെ പേര് വായിക്കാനോ അവരുടെ പേര് ഉച്ചരിക്കാനോ അവർക്ക് വേണ്ടി ഒരു മൗനപ്രാർത്ഥന നടത്താനോ അവർക്ക് വേണ്ടി ഒരു തിരിതെളിക്കാനോ ഈ സാംസ്കാരിക നായകന്മാർക്ക്, ഇല്ലെങ്കിൽ ഈ ഗാസയ്ക്ക് വേണ്ടി മാത്രം ശബ്ദിക്കുന്ന ഈ പത്രമാധ്യമങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയാതെ പോയി എന്നുള്ളത് ഈ പറഞ്ഞ കാര്യത്തിൽ ഈ ഗാസയ്ക്ക് വേണ്ടിയുള്ള നിലവിളികളിൽ ഒരു ഇരട്ടത്താപ്പുണ്ടോ എന്ന് സംശയിക്കാൻ തക്ക വിധം അവരുടെ പ്രവർത്തനങ്ങളെ അത് തന്നെ വെളിവാക്കുന്നു എന്ന് പറയുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ശ്രീലങ്കയിൽ കൊല്ലപ്പെട്ട കുറെ മനുഷ്യരുണ്ട്. അതും ബോംബ് സ്ഫോടനത്തിലാണ്. വെറുതെ ആളുകൾ ഇരിക്കുമ്പോ ഈ കഴിഞ്ഞ ദിവസം ചുമമരുന്ന് കഴിച്ച് മരിച്ചു എന്ന് പറയുന്നത് പോലെ മരിച്ചതല്ല, കൊല്ലപ്പെട്ടതാണ്. പ്ലാൻ ചെയ്ത് കൃത്യമായിട്ടുള്ള രീതിയിൽ ആസൂത്രണം ചെയ്ത് കൊല്ലപ്പെട്ടതാണ്. പകൽഗാമിൽ കൊല്ലപ്പെട്ട മനുഷ്യന്മാരുണ്ട്. നമ്മുടെ ഭാരതത്തിൽ തന്നെയാണ്, ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ ഇന്ത്യയിൽ എവിടെയെല്ലാം ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. അഫ്ഗാനിസ്ഥാനിൽ മനുഷ്യർ കൊല്ലപ്പെടുന്നുണ്ട്. ഈവൻ നമ്മുടെ അയൽപക്ക രാജ്യമായ പാകിസ്ഥാനിൽ മനുഷ്യർ കൊല്ലപ്പെടുന്നുണ്ട്, വളരെ ഗൗരവമായ രീതിയിൽ കൊല്ലപ്പെടുന്നുണ്ട്. ബംഗ്ലാദേശിൽ മനുഷ്യർ കൊല്ലപ്പെടുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നമ്മളുടെ അയൽരാജ്യമായ നേപ്പാളില് മനുഷ്യർ വളരെ ദാരുണമായ രീതിയിൽ കൊല്ലപ്പെട്ട മനുഷ്യരുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോ ലോകത്ത് പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ആൾക്കൂട്ട ആക്രമണങ്ങളും കൊലപാതകങ്ങളും തീവ്രവാദി ആക്രമണങ്ങളും അത് പ്രത്യേകിച്ച് കുട്ടികൾക്കും പിഞ്ചു കുഞ്ഞുങ്ങൾക്കും എല്ലാം നേരെ നടക്കുന്നുണ്ട്. പക്ഷെ അത്തരം കാര്യത്തിന്റെ ഒക്കെ പേരിൽ ഇതിനെക്കുറിച്ച് അപലപിക്കുകയോ അത്തരം കാര്യങ്ങളിൽ കണ്ണീരൊഴുക്കുകയോ അത്തരം കാര്യങ്ങളിൽ സങ്കടപ്പെടുകയോ അത്തരം ആളുകളുടെ പേര് വായിക്കുകയോ ചെയ്യാത്ത ഈ പറയുന്ന ഈ ആക്ടിവിസ്റ്റുകള്, ഇല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകര്, ഇല്ലെങ്കിൽ നമ്മളുടെ സാംസ്കാരിക നായകന്മാർ എന്നുള്ള ഇൻവേർട്ടർ കോമയിൽ വായിച്ചാൽ മതി, സാംസ്കാരിക നായകന്മാർ. അപ്പോ ഇവര് മുൻപോട്ട് വെക്കുന്ന ഒരു ആശയം എന്താണ്, ചിന്ത എന്താണ് ഏതെങ്കിലും ഒരു കാലത്ത്? അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ആളുകളുടെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളുടെ ഒരു ബാലിശമായ കാര്യം അത് ഇവിടുത്തെ സാധാരണ മനുഷ്യര് തിരിച്ചറിയുന്നുണ്ട്. സത്യമാണ്, ഗാസ ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്ത, തുടർന്നു കൊണ്ടുപോകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. എന്നാൽ ഈ ഗാസ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ച ഒരു യുദ്ധം അത് നടക്കുന്നുണ്ട്. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള ഒരു യുദ്ധമാണ്. അവിടെയും ആയിരക്കണക്കിന് മനുഷ്യർ കൊല ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ആ മനുഷ്യരുടെ ജീവനല്ലേ, ആ മനുഷ്യരും കൊല ചെയ്യപ്പെടുന്ന അവരും നിരാലംബരായിട്ടുള്ള മനുഷ്യരാണ്, നിഷ്കളങ്കരായ മനുഷ്യരാണ്. അവരാരും യുദ്ധത്തിന് പോയിട്ട് കൊല്ലപ്പെടുന്ന ആളുകളല്ല. അവരൊക്കെ സാധാരണ സിവിലിയൻസ് ആണ് അവിടെയൊക്കെ കൊല്ലപ്പെടുന്നത്. അപ്പോ ഈ ഗാസയിലാണേലും ഈ ഉക്രൈനിലാണേലും നൈജീരിയയിലാണേലും പാകിസ്ഥാനിലാണേലും അഫ്ഗാനിസ്ഥാനിലാണേലും മനുഷ്യന്റെ ജീവന് ഒരേ വിലയെന്ന് ചിന്തിക്കുന്നിടത്താണ് മാനവികത എന്ന് പറയുന്നത്. ഇതേത് പ്രദേശത്താണേലും നിരപരാധികൾ കൊല്ലപ്പെടുന്നത് അപലപിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ തയ്യാറായി മുൻപോട്ട് വരുമ്പോഴാണ് അതിന്റെ അകത്തെ മനുഷ്യത്വം എന്ന് പറയുന്നത് മതേതരത്വമാകുന്ന മനുഷ്യത്വമായി മാറുന്നത്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ ചിന്തയിലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രീണനത്തിന്റെ ഭാഗമായിട്ടോ ഒരു പർട്ടിക്കുലർ പ്രദേശത്ത് മാത്രം ഉണ്ടാകുന്ന അതിക്രമങ്ങളിൽ കണ്ണീർ വാക്കുകയും ബാക്കി സ്ഥലങ്ങളിൽ ഒരു മൗനം പാലിക്കുന്നതും അത് ക്രൂരമായിട്ടുള്ള ഒരു നിശബ്ദതയാണ്. അപ്പൊ അവരെന്താശയത്തിന് വേണ്ടി തന്നെ പ്രതിനിധീകരിക്കുന്നോ, ഇല്ലെങ്കിൽ എന്തിന്റെ ഭാഗമായിട്ട് അവര് നിലനിൽക്കുന്നോ, സംസാരിക്കുന്നോ, ഇല്ലെങ്കിൽ ഏത് മാനവികതയ്ക്ക് വേണ്ടി നിലനിൽക്കുന്നു. അപ്പോ ഒരു കുഞ്ഞു പ്രദേശത്തെ ആളുകളുടെ മാത്രം ജീവനും വിലയുള്ളതാണെന്ന് കരുതുന്ന മാനവികത എന്ന് പറയുന്നത് ലോകത്തിനു മുമ്പിലെ ഒരിക്കലും അവതരിപ്പിക്കാൻ പറ്റാത്ത മലിനമായ മാനവികതയാണ്. അത് കറ ബാധിച്ചതാണ്.
അതൊരിക്കലും ഒരു നന്മയെ ലക്ഷ്യം വെക്കുന്നതല്ല. അതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഗൂഢമായ ചിന്തകളുണ്ട്. ആ ചിന്തകളാണ് ഇത്തരം ആളുകളുടെ ഈ പറയുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളിൽ സാധാരണ സാമൂഹ്യ ജനത്തെ ഭയപ്പെടുത്തുന്നത്. കാരണം ശബ്ദിക്കേണ്ടടുത്ത് നിശബ്ദമാകുകയും നിശബ്ദമാകേണ്ടടുത്ത് ശബ്ദിക്കുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പ് അതിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് സംശയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സംശയിക്കുന്ന ആളുകളെ കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് കാലത്തിന്റെ വായന നമുക്ക് മനസ്സിലാക്കി തരുന്നത്. വളരെ നന്ദി ഫാദർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഫാദർ സജീവ് വട്ടുകളത്തിൽ, സാമൂഹ്യ നിരീക്ഷകൻ, അദ്ദേഹമാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പ്രതികരിച്ചത്. വളരെ നന്ദി ഫാദർ ഞങ്ങളോട് പ്രതികരിച്ചത്.